4x4 ഓപ്ഷൻ ഇല്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു രീതിയിലും സങ്കടപ്പെടേണ്ട കാര്യമില്ല. അഡാസ് ലെവൽ 2 ഫീച്ചർ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ വണ്ടിയുടെ വിലയും ശരിക്കും പറഞ്ഞാൽ കുറവാണ്. കൃഷ്ണച്ചാൻ്റെ ഏറ്റവും പുതിയ അൾട്രാ ഫാസ്റ്റ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് താർ റോക്സിൻ്റെ ഏറ്റവും പുതിയ സ്റ്റാർ എഡിക്ഷൻ്റെ മുന്നിലാണ്. ഫാമിലിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു വെഹിക്കിളും കൂടെയാണ്. എന്താണ് താർ റോക്സ് സ്റ്റാർ എഡിക്ഷൻ എന്നുള്ളതാണ് പറയുന്നത്. മേജർ ചേഞ്ചസ് ഒക്കെ ഒന്ന് കാണിച്ചു തരാം. ഫ്രണ്ട് സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ബ്ലാക്ക് ഗ്രില്ല് തന്നെയാണ് ഏറ്റവും വലിയ ചേഞ്ചസ് എന്ന് പറയുന്നത്. ഈ മഹേന്ദ്ര കംപ്ലീറ്റ്ലി ബ്ലാക്ക് ആയിട്ട് വന്നിരിക്കുകയാണ്. നേരത്തെ ബോഡി കളർ ആണെന്നുണ്ടെങ്കിൽ ഇതാണ് ഒരു മേജർ ചേഞ്ച് വരുന്നത്. ഇവിടെ ഒരു സിൽവർ എലമെൻറ്റും കൂടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇത് സൈഡ് നോക്കാം. സൈഡിലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മേജർ ചേഞ്ച് വരുന്നത്. നേരത്തെ താർ റോക്സിൻ്റെ സിൽവർ അലോയിൽ നിന്നും ഫുള്ളി ബ്ലാക്ക് അലോയി ആയിട്ട് മാറിയിരിക്കുകയാണ്. മാത്രമല്ല 19 ഇഞ്ചിൻ്റെ ടയറാണ് വരുന്നത്. താർ റോക്സ് സ്റ്റാർ എഡിക്ഷനിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന സ്റ്റാർ ബാഡ്ജിങ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. മാത്രമല്ല നമ്മുടെ ഓട്ടോമഹൻ മഹേന്ദ്രയാണ് ഇതിൻ്റെ ഒഫീഷ്യൽ കൊളാബറേറ്റർ എന്ന് പറയുന്നത്. അപ്പം ഇതാണ് മേജർ ചേഞ്ചസ് അല്ലാതെയാണെന്നുണ്ടെങ്കിൽ രണ്ട് കാര്യം കൂടെ പറയാം. നിങ്ങൾക്ക് ഇത് റിക്വസ്റ്റ് ബട്ടൺ അവൈലബിൾ ആണ്. നമുക്ക് ഡ്രൈവർ സൈഡിലും അതുപോലെ കോ ഡ്രൈവർ സൈഡിലും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വണ്ടിയിലേക്ക് കയറാൻ തന്നെ ഇതുപോലെ ഒരു ഈസി ഫുഡ് സ്റ്റെപ്സും കൂടെ അവൈലബിൾ ആണ്. അത് ഭയങ്കര പർപ്പസ്ഫുൾ ആണ് കേട്ടോ. താർ റോക്സിൻ്റെ വീൽ ബേസും അതുപോലെ തന്നെ ഗ്രൗണ്ട് ക്ലിയറൻസും ആണ് ഇപ്പോൾ എഴുതി കാണിക്കുന്നത്. ഓൾമോസ്റ്റ് സെയിം ടു താർ റോക്സ് ആയതുകൊണ്ടാണ് അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയാത്തത്. ബാക്ക് പോർഷനിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി LED ലൈറ്റ്സ് തന്നെയാണ് വരുന്നത്. ഫ്രണ്ടിലും LED ലൈറ്റ്സ് തന്നെയാണ് വരുന്നത്. താർ റോക്സിലേക്ക് ബ്ലാക്ക് അലോയ് വീൽ വന്നുകൊണ്ട് തന്നെ നിങ്ങൾ നോക്കി MRFിൻ്റെ തന്നെ ഒരു 80 ടയറാണ് വന്നിരിക്കുന്നത്. ഈ ഒരു ടയർ ബാക്കി വെക്കുമ്പോൾ ലുക്ക് എന്നുണ്ടോ വേറെ ഒരു ലെവലാണ്. കംപ്ലീറ്റ്ലി ബ്ലാക്കിഷ് ആക്കി കളഞ്ഞിരിക്കുകയാണ്. കംപ്ലീറ്റ്ലി സ്പോട്ടി ആക്കി കളഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു എഗ്രസീവ് ലുക്കാണ് ഈ പുതിയ സ്റ്റാർ എഡിക്ഷന് കിട്ടുന്നത്. മാത്രമല്ല ഇവിടെ ഒരു സിൽവർ എലമെൻറ്റ് കൊടുത്തിരിക്കുകയാണ്. അതൊക്കെ നല്ല ഭംഗിയായിട്ടാണ് വരുന്നത്. ഇതെല്ലാം ഓൾമോസ്റ്റ് സെയിം ഓഫ് താർ റോക്സ് തന്നെയാണ്. നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഈ വണ്ടിയുടെ തന്നെ ബൂട്ട് സ്പേസ് ആണ് ഈ കാണുന്നത്. ബൂട്ട് സ്പേസ് 447 ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസ് ആണ് വരുന്നത്. നിങ്ങൾക്കറിയാം അത്യാവശ്യം നല്ലൊരു ലഗേജ് കപ്പാസിറ്റിയും കൂടെ വരുന്നുണ്ട്. ഇതൊന്നും താർ റോക്സിൽ നിന്ന് ഒരു മാറ്റവും വരുന്നില്ല. സ്റ്റാർ എഡിക്ഷൻ എല്ലാം സെയിം തന്നെയാണ് വരുന്നത്. ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. മാത്രമല്ല ഇതാണ് നമ്മുടെ ആ ഒരു ഊഫർ സംഭവം വരുന്നത്. നല്ലൊരു ക്വാളിറ്റിയിലാണ്. ഹർമൺ കാർഡൻ്റെ ഒരു മ്യൂസിക് സിസ്റ്റമാണ് വരുന്നത്. അടിപൊളി ക്വാളിറ്റി മ്യൂസിക് സിസ്റ്റമാണ് ഈ വണ്ടിക്കുള്ളത്. ഈ സീറ്റൊക്കെ ആണെങ്കിൽ മാറ്റിയാൽ തന്നെയാണ് നല്ലൊരു സ്പേസ് ആണ് കിട്ടുന്നത്. ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന സ്റ്റാർ എഡിക്ഷൻ്റെ മേജർ ചേഞ്ചാണ്. കംപ്ലീറ്റ്ലി ബ്ലാക്ക് ആക്കിയിരിക്കുകയാണ് ഇൻറ്റീരിയർ. മോർ ഓവർ ബ്ലാക്ക് ലെതർ അപ്പോൾസറി വിത്ത് സ്യൂഡ് ഇൻസേർട്ട്സും കൂടെ കൊടുത്തിരിക്കുകയാണ്. കംപ്ലീറ്റ്ലി ബ്ലാക്ക് ആക്കിയിരിക്കുകയാണ്. അതാണ് ഏറ്റവും വലിയ സ്റ്റാർ എഡിക്ഷൻ്റെ ചേഞ്ച് ആയിട്ട് പറയാനുള്ളത്. ഇനി അതിൻ്റെ സ്റ്റാർ എഡിക്ഷൻ്റെ ചേഞ്ച് അല്ലാതെ ഉള്ള കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 10.25 ഇഞ്ചിൻ്റെ ഒരു കിഡിലൻ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ 10.25 ഇഞ്ചിൻ്റെ തന്നെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ് ഇപ്പോൾ സൈഡിൽ കാണുന്നത്. ഒരു ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീൽസിൽ അത്യാവശ്യം കൺട്രോൾസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. നല്ല ക്വാളിറ്റി ആയിട്ടാണ് വരുന്നത്. ഈ ഒരു കാർബൺ ഫിനിഷാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. പോരാണ്ട് ഒരു ത്രെഡഡ് ഡിസൈനും ആ ഒരു ബ്ലാക്ക് ഫിനിഷും. ഈവൻ ഈ ഒരു ബ്ലാക്ക് ഫിനിഷ് കൊണ്ടുവന്നെങ്കിൽ പോലും അല്ലെങ്കിൽ ഒരു ഡാർക്ക് തീം കൊണ്ടുവന്നെങ്കിൽ പോലും ഇവർ പഴയ ആ ഒരു രീതി ഐവറി ആ ഒരു ടച്ച് കൊടുത്തിരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് ഈ നമ്മുടെ ഡോർ സൈഡിലൊക്കെ കൊടുത്തിരിക്കുന്നത് ഒരു ഐവറി ടച്ച്. മോർ ഓവർ നമുക്ക് ഇവിടെ ഒരു മിറർ കൺട്രോൾസും എല്ലാം കാര്യങ്ങളും എല്ലാം ബ്ലാക്കിഷ് ആയിട്ട് തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ IRVM മിറർ ആയിക്കോട്ടെ, നമുക്ക് ആ ഒരു ക്വാളിറ്റി തന്നെ എല്ലാം വന്നിരിക്കും. സ്വിച്ചസ് കാര്യങ്ങളെല്ലാം. പക്ഷേ മേളിൽ ഈ കാണുന്ന ആ ഒരു സർഫസ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഒരു ഐവറി ടച്ചിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഗതി എന്ന് പറയുന്നത് ഈ ഒരു ബിഗ് പനോറമിക് സൺറൂഫ് തന്നെയാണ്. ജസ്റ്റ് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. ഒരു ബിഗ് പനോറമിക് സൺറൂഫ് ഈ വണ്ടിക്ക് വരുന്നുണ്ട്. പറഞ്ഞിട്ട് അതൊരു ബ്ലാക്കിൽ വരുമ്പോൾ മോർ എഗ്രസീവ് ആണെന്ന് തന്നെ പറയാം. ഇത് കണ്ടില്ലേ, ഇത് വണ്ടിയുടെ ഒരു ബ്യൂട്ടിയെ തന്നെ മാറ്റിമറിച്ചിട്ടുണ്ട്. സോ നമുക്ക് സ്റ്റോറേജ് സ്പേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ അത്യാവശ്യം ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസ് കാണുന്നുണ്ട്. മൊബൈൽ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ വേണമെങ്കിൽ വെക്കാം. വയർലെസ് ചാർജിങ്, USB പോർട്സ്, പിന്നെ ചാർജിങ് പോർട്സ്, പിന്നെ വെൻറ്റിലേറ്റഡ് സീറ്റ്സിൻ്റെ കാര്യങ്ങളെല്ലാം വന്നിരിക്കുകയാണ്. അതിൻ്റെ സ്വിച്ചസ് കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. ഓട്ടോമാറ്റിക് ക്ലൈമാറ്റിക് കൺട്രോൾസിൻ്റെ സ്വിച്ചസ് കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. AC വെൻറ്റ്സൊക്കെ നമുക്ക് കാണാം. പിന്നെ നമുക്കൊരു നല്ലൊരു ഹാൻഡ് റെസ്റ്റ് കാര്യങ്ങൾ കാണാം. ഒരു ഡ്യുവൽ രീതിയിലാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ ഉള്ളിലൊരു സ്റ്റോറേജ് കപ്പാസിറ്റി, ട്വിൻ കപ്പ് ഹോൾഡേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഒരു വൈറ്റഡ് ത്രെഡ്സ് കാര്യങ്ങളെല്ലാം ഇതിൻ്റെ ആ ഒരു സീറ്റിൽ വരുന്നുണ്ട്. താറെന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് കാണാം. കംപ്ലീറ്റ്ലി ഒരു പ്രീമിയം ടച്ചാണ് ഈ വണ്ടിക്ക് കൊടുത്തിരിക്കുന്നുള്ളതാണ്.
പിന്നെ മാത്രമല്ല കുറച്ചുകൂടെ എഗ്രസീവ് ആണെന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഡോർ സൈഡിലെ സ്റ്റോറേജ് കപ്പാസിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു ബോട്ടിൽ വെക്കുന്ന ഒരു സ്പേസ് ആണ് ഇവിടെയും അവിടെയും കാണുന്നത്. ഇവിടെ മഹീന്ദ്ര ലിമിറ്റഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സംഭവങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഗ്ലൗ ബോക്സ് ആണെങ്കിലും അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഗ്ലൗ ബോക്സ് ആണ് കാണുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ബാക്ക് സീറ്റിലേക്ക് കയറുമ്പോൾ എൻ്റെ ഈ ലെഗ് സ്പേസും അതുപോലെ തന്നെ ഹെഡ് റൂമാണ് ഞാൻ നോക്കുന്നത്. നല്ല ഹെഡ് റൂമും വരുന്നുണ്ട്. മോറോവർ നമുക്കിവിടെ അത്യാവശ്യം സ്പേസ് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. പിന്നെ വിൻഡോ ലൈനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, അത്യാവശ്യം കാര്യങ്ങളൊക്കെ കാണുന്ന രീതിയിലുള്ള ഒരു വിൻഡോ ലൈനാണ് വരുന്നത്. അത്യാവശ്യം വലിയൊരു വിൻഡോ ലൈനാണ്. പിന്നെ നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള സംഭവമാണ് റിയർ എ സി നമുക്ക് നല്ല രീതിയിലൊരു കൂളിംഗ് കിട്ടുന്നതുകൊണ്ടാണ്. ചാർജിങ് നമുക്കൊരു സി പോർട്ട് ചാർജിങ് ഓപ്ഷൻ കാണുന്നുണ്ട്, മൊബൈൽ വെക്കാനുള്ള ഓപ്ഷൻസ് കാണുന്നുണ്ട്. പിന്നെ ബ്ലാക്ക് സീറ്റ്സ് തന്നെ ശരിക്കും ഭയങ്കര അട്രാക്റ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ ഹെഡ് റെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം 3 ഹെഡ് റെസ്റ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. മോറോവർ നല്ലൊരു ഹാൻഡ് റെസ്റ്റ് കാര്യങ്ങൾ വരുന്നുണ്ട്. അതിനകത്ത് തന്നെ ട്വിൻ കപ്പ് ഹോൾഡേഴ്സ് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വരുന്നത്. എല്ലാം കൊണ്ടും താറിൻ്റെ ബാക്ക് പോർഷനും വളരെ രസകരമായിരിക്കുകയാണ്. സോ വി ആർ ഡ്രൈവിംഗ് താർ റോക്സിൻ്റെ ഏറ്റവും പുതിയ സ്റ്റാർ എഡിഷൻ. ഒന്ന് നോക്കാം. വണ്ടിയുടെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. നിങ്ങൾ സിറ്റി ഓറിയൻറ്റഡ് വണ്ടിയാണ്, ഉറപ്പായിട്ടും നല്ല സ്മൂത്ത് ആയിട്ടുള്ള സ്റ്റിയറിംഗ് ആണ്. ഹൈവേയിലാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റിയറിംഗ് സ്റ്റിഫ് ആവുന്നതാണ്. അതുപോലെ ഇലക്ട്രോണിക് സ്റ്റിയറിംഗ് ആയതുകൊണ്ട് തന്നെ കംപ്ലീറ്റ്ലി ഇൻ അവർ ഹാൻഡ് എന്നുള്ള രീതിയിലാണ് ഈ വണ്ടി നിൽക്കുന്നത്. ഈ വണ്ടി എടുക്കാനുള്ള 2-3 മേജർ പോയിൻറ്റ്സാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നേരത്തെ ഈ വണ്ടിയുടെ ഇൻറ്റീരിയർ മോച്ച ഗ്രേ അല്ലെങ്കിൽ ഐവറി വൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കംപ്ലീറ്റ്ലി ബ്ലാക്ക് ആക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്കുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെളി പറ്റില്ല. ഈ വണ്ടി ഏറ്റവും ടോപ്പ് എൻഡിലാണ് നമുക്ക് സ്റ്റാർ എഡിഷൻ അവൈലബിൾ ആയിട്ടുള്ളത്. ചിലർ പറയുന്ന AXN7 ലക്ഷറി എന്ന് പറയുന്ന വേരിയൻറ്റിലാണ് സ്റ്റാർ എഡിഷൻ അവൈലബിൾ ആയിട്ടുള്ളത്. അല്ലെങ്കിൽ സ്റ്റാർ എഡിഷൻ്റെയും AX7 ലക്ഷറിയുടെയും അതിൻ്റെ തൊട്ട് താഴെയുള്ള വേരിയൻ്റ് ഇടയ്ക്കാണെന്ന് വേണമെങ്കിൽ പറയാം. ഇതിനേക്കാൾ ഉപരി അഡാസ് ലെവൽ 2 ഫീച്ചർ ഇതിന് ഉണ്ടാവുന്നതല്ല. അതുപോലെ തന്നെ റിയർ വീൽ ഡ്രൈവ് മാത്രമേ ഉള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ 4x4 ഉണ്ടാവുന്നതല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫാമിലി ആയിട്ടുള്ളവർക്ക് ഒരു സിറ്റി ഓറിയൻറ്റഡ് വെഹിക്കിളായിട്ടാണ് ഏറ്റവും കൂടുതൽ ഈ വണ്ടി യൂസ് ചെയ്യുന്നത്. 4x4 ആയിട്ടുള്ള ആൾക്കാർ നോക്കുന്നുണ്ടെങ്കിൽ നേരത്തെയുള്ള എഗ്രെസീവ് ആയിട്ടുള്ള ആ 4x4 താർ റോക്സ് തന്നെ നോക്കേണ്ടി വരും. പക്ഷേ ഇതെന്ന് പറഞ്ഞ് കംപ്ലീറ്റ്ലി ഫാമിലി ഓറിയൻറ്റഡ് കാർ ആയതുകൊണ്ട് തന്നെ സ്റ്റാർ എഡിഷൻ സ്പെഷ്യലി സ്യൂട്ടഡ് ഫോർ യു ഗൈസ്. പിന്നെ 3 ഓപ്ഷൻസിലാണ് ഈ വണ്ടി അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്നെന്ന് പറയുന്നത് ഡീസൽ മാനുവൽ, ഡീസൽ ഓട്ടോമാറ്റിക് ആൻഡ് നമ്മളിപ്പോൾ ഡ്രൈവ് ചെയ്യുന്ന പെട്രോൾ ഓട്ടോമാറ്റിക്. പെട്രോൾ മാനുവൽ ഈ വണ്ടി അവൈലബിൾ അല്ല. മാത്രമല്ല ഈ വണ്ടിയുടെ എൻജിൻ ഓപ്ഷൻസാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. നമ്മൾ ഓടിക്കുന്ന ഈ വണ്ടിക്ക് 172 bhp പവർ, അതുപോലെ തന്നെ 370 Nm ടോർക്കുമാണ് വരുന്നത്. അത്യാവശ്യം നല്ല റിഫൈൻഡ് ആയിട്ടുള്ള എൻജിനാണ്, വളരെ സ്മൂത്താണ്. നെഗറ്റീവ്സ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള ക്വസ്റ്റ്യൻസിന് എനിക്ക് പറയാനുള്ളത്, ഇതൊരു ഫാമിലി ഓറിയൻറ്റഡ് വണ്ടി ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് 4x4 ഓപ്ഷൻ വരുന്നില്ല എന്ന് വേണമെങ്കിൽ നെഗറ്റീവായിട്ട് പറയാം. സസ്പെൻഷൻ സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം സ്റ്റിഫാണ്. നമുക്കറിയാവുന്നതാണ് താർ റോക്സിൻ്റെ വരുമ്പോൾ സ്റ്റിഫ് സസ്പെൻഷൻ തന്നെയാണ് വരുന്നത്. ഇതൊരിക്കലും ഒരു മോണോകോക്ക് SUV ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന വണ്ടിയേ അല്ല. മേജർ അപ്ഡേറ്റ്സ് ആയിട്ട് പറയാനുള്ള ഒരു കോസ്മെറ്റിക്സ് ചേഞ്ച് തന്നെയാണ്. ഇനി പ്രോസിനെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നമുക്ക് ഇഷ്ടപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടിയുടെ റോഡ് പ്രസൻസും ആ സീറ്റിങ്ങും തന്നെയാണ്. വണ്ടിയുടെ ആ ഒരു എഗ്രസീവ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് മാത്രമല്ല, കംപ്ലീറ്റ്ലി ബ്ലാക്ക് അയക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് കംപ്ലീറ്റ്ലി ഈ വണ്ടി നമുക്കൊരു എന്താ പറയുക നമുക്കുള്ളതാണെന്ന് തന്നെ ഒരു ഫീലിംഗ് ഉണ്ടാവും. ഈ വണ്ടി 2 എൻജിൻസിൽ അവൈലബിൾ ആണ്, പെട്രോളിലും അതുപോലെ തന്നെ ഡീസൽ എൻജിനിലും അവൈലബിൾ ആയിട്ടുള്ളതെന്നാണ് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പെട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നല്ല സ്മൂത്ത് ആയിട്ടുള്ളൊരു എഞ്ചിനാണ്. ഡീസൽ എന്ന് പറഞ്ഞാൽ വളരെ ടോർക്കിഷും സ്ട്രോങ് ആയിട്ടുള്ളൊരു എഞ്ചിനാണ്. ആൻഡ് ദിസ് ബിഗ് പനോറമിക് സൺറൂഫ് എന്ന് പറയുന്നത് എക്സലൻ്റ് ആണ്. 4x4 ഓപ്ഷൻ ഇല്ലെന്ന് പറഞ്ഞാൽ ഒരു രീതിയിലും സങ്കടപ്പെടേണ്ട കാര്യമില്ല. അത്യാവശ്യം സെമി ഓഫ് റോഡിങ്ങിനും കൂടെ പറ്റുന്ന വണ്ടിയാണ്. ഈ ഒരു വണ്ടിയാണ് എല്ലാവരും കാത്തിരുന്നത്. അഡാസ് ലെവൽ 2 ഫീച്ചർ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ വണ്ടിയുടെ വിലയും ശരിക്കും പറഞ്ഞാൽ കുറവാണ്. മറ്റേതിൽ നിന്ന് ഏകദേശം 2 ലക്ഷം രൂപയാണ് കുറവ് വരുന്നത്. വണ്ടിയുടെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് 16 lakhs സംതിങ് തൊട്ട് 18 lakhs സംതിങ് 18.35 റേറ്റ് മാത്രമേ ഉള്ളൂ എക്സ് ഷോറൂം പ്രൈസ് വരുന്നുള്ളൂ. കൂടുതൽ ഓൺ റോഡ് പ്രൈസ് അറിയാനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. കംപ്ലീറ്റ് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ അറിയാനായിട്ടാണെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഫീച്ചേഴ്സായിട്ട് പറയാനാണെന്നുണ്ടെങ്കിൽ 6 എയർ ബാഗ്, ABS, EBD, ഓട്ടോ ഹോൾഡ്, 360 ഡിഗ്രി ക്യാമറ എല്ലാം ഇതിനകത്ത് അവൈലബിൾ ആണ്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഫ്രണ്ട് സെൻസേഴ്സും ഒക്കെ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് സേഫായിട്ട് വണ്ടി ഓടിക്കാം. ബാക്കിയുള്ള മൈലേജും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് സെയിം താർ റോക്സിൻ്റെ തന്നെയാണ്. ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. സ്റ്റാർ എഡിഷൻ്റെ ഏറ്റവും സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ സിട്രെയിൻ യെല്ലോ കളർ ഓപ്ഷനാണ്. അതിൻ്റെ കൂട്ടത്തിൽ ബ്ലാക്ക്, വൈറ്റ്, റെഡും കൂടെ അവൈലബിൾ ആണ്. താങ്ക് യു ഫോർ വാച്ചിങ്. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.